ഏപ്രിൽ 3 ദുഃഖവെള്ളിയാഴ്ചയിലെ വിചിന്തനം, 2-ാം ഭാഗം. യേശു കുരിശിൽ കിടന്നപ്പോൾ പറഞ്ഞ 7 വാക്യങ്ങളിലെ 4-ാമത്തേത്: എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു? ഇത് ഒരു ദൈവത്തിൻ്റെ ആത്മരോദനമാണ്, വേദനയോടെയുള്ള വിലാപം. ഉപേക്ഷിക്കപ്പെട്ടതിൻ്റെ വേദന യേശു അനുഭവിക്കുന്നു. അത് പിതാവായ ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ടല്ല, പിന്നെയോ ഒരു മനുഷ്യനെന്ന നിലയിൽ ആത്യന്തികമായ വേദനയിൽ നിന്നും അഭിനിവേശത്തിൽ നിന്നുമുള്ള ഒരു നിലവിളിയായിരുന്നു അത്. സങ്കീർത്തനങ്ങളിൽ ചിലപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന കാണാം: കർത്താവേ, നീ എന്തിനാണ് ഉറങ്ങുന്നത്? എഴുന്നേൽക്കൂ, ഞങ്ങളെ ഉപേക്ഷിക്കരുത്. നീ എന്തിനാണ് മുഖം മൂടുന്നത്? അത് വിശ്വാസക്കുറവല്ല, മറിച്ച് വേദനയുടെയും ദുഃഖത്തിൻ്റെയും ആഴമായ പ്രകടനമായിരുന്നു. ആ നിലവിളിയുടെ അവസാനം എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയുന്നതിലാണ് മനുഷ്യൻ്റെ വിജയം. 5. എനിക്ക് ദാഹിക്കുന്നു. യേശു ക്ഷീണിതനും ദാഹിക്കുന്നവനുമായി കാണുന്നു. അവന് വിനാഗിരി കുടിക്കാൻ നൽകിയപ്പോൾ അവനത് കുടിച്ചില്ല. അപ്പോൾ യേശുവിൻ്റെ ദാഹം വെള്ളത്തിന് വേണ്ടിയുള്ള ദാഹമായിരുന്നില്ല, അത് നമ്മുടെ സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹമായിരുന്നു. നാം എല്ലാവരും യേശുവിനെ സ്നേഹിക്കുന്നു, പക്ഷേ എത്രമാത്രം? ഒരിക്കൽ ഒരു യഹൂദ റബി തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചു: നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? തീർച്ചയായും ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നെന്ന് നിനക്കറിയാമല്ലോ, ശിഷ്യന്മാർ പറഞ്ഞു. അപ്പോൾ ഗുരു ചോദിച്ചു: എങ്കിൽ എനിക്ക് വേദനയുണ്ടാവുന്ന സംഗതി എന്താണെന്ന് എന്നോട് പറയാമോ? ശിഷ്യന്മാർ മിണ്ടാതിരുന്നപ്പോൾ അദ്ദേഹം തുടർന്നു: എന്നെ സന്തോഷിപ്പിക്കുന്ന എന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പക്ഷെ എന്നെ ദുഃഖിപ്പിക്കുന്ന എന്താണെന്ന് അറിയുന്നതുവരെ നിങ്ങൾ എന്നെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നില്ല. യഥാർത്ഥ സ്നേഹം ഒരാളുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. യേശു എന്തിനാണ് ദാഹിക്കുന്നതെന്ന് എനിക്കറിയാമോ? 6. എല്ലാം പൂർത്തിയായി. നമ്മെ നിത്യശിക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ ദൈവപുത്രൻ മനുഷ്യനായി പിറന്നു. ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു, തൻ്റെ ഏകജാതനെ നമുക്ക് നൽകാൻ തക്കവണ്ണം. തൻ്റെ സ്വന്തം ഇഷ്ടം ചെയ്യാനല്ല, പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ് താൻ വന്നതെന്ന് യേശു പറഞ്ഞു. എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. വാസ്തവത്തിൽ യേശുവിൻ്റെ ഇഷ്ടം പിതാവിൻ്റെ ഇഷ്ടം തന്നെയായിരുന്നു. കുരിശിൽ യേശുവിന് പറയാൻ കഴിഞ്ഞു: എല്ലാം പൂർത്തിയായി, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റി. നമുക്ക് ഓരോരുത്തർക്കും ഈ ലോകത്തിൽ ഒരു പങ്ക് വഹിക്കാനുണ്ട്. ദൈവത്തിന് നമ്മളെ കൊണ്ട് ലക്ഷ്യമുണ്ട്, അല്ലെങ്കിൽ ഓരോരുത്തരെയും കൊണ്ട് ഒരു സ്വപ്നമുണ്ട്. ഞാൻ അവൻ്റെ ഇഷ്ടം നിറവേറ്റുന്നുണ്ടോ, സ്വപ്നം സാക്ഷാത്കരിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കേണ്ടത്. നമ്മുടെ ജീവിതാവസാനം ദൈവം നമ്മോട് ചോദിക്കും: പോളച്ച, നീ ദൈവപുത്രന് വേണ്ടി ജീവിച്ചോ? 7. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. വിശുദ്ധ അഗസ്റ്റിൻ തൻ്റെ പ്രസിദ്ധമായ പുസ്തകത്തിലെ കൺഫെഷൻ ഇങ്ങനെ എഴുതി: കർത്താവേ,
നീ ഞങ്ങളെ നിനക്കായി സൃഷ്ടിച്ചു. അത് നിന്നിൽ വലയം പ്രാപിക്കുന്നവരെ ഞങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാണ്. യേശു മരിച്ചത് സമാധാനത്തോടെ ആയിരുന്നു. കാരണം അവൻ തൻ്റെ ജീവൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചു. എൻ്റെ ആത്മാവ് ഇപ്പോൾ എവിടെയാണ്? ഞാൻ അത് ആർക്ക് അല്ലെങ്കിൽ എന്തിനു വേണ്ടി നീക്കിവച്ചിരിക്കുന്നു? നമ്മൾ കഠിനമായ കഷ്ടപ്പാടുകളും വേദനകളും അനുഭവിക്കുമ്പോൾ ആ വേദനകളിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു? യേശു ദൈവപുത്രനായിരുന്നു. ആണിപ്പഴുതുകളിൽ നിന്ന് സ്വയം മോചിപ്പിക്കാൻ അദ്ദേഹത്തിന് ശക്തി ഉണ്ടായിരുന്നു. ഇവൻ ദൈവപുത്രനാണെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വരട്ടെ എന്ന് ആളുകൾ വെല്ലുവിളിച്ചപ്പോൾ യേശുവിന് അത് ഏറ്റെടുക്കാമായിരുന്നു. പക്ഷേ ആ പ്രലോഭനത്തിന് അവിടുന്ന് വഴങ്ങിയില്ല. അവൻ തൻ്റെ ആത്മാവിനെ ഏറ്റവും പൂർണ്ണ മനസ്സോടെ തൻ്റെ പിതാവിന് സമർപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് കുരിശിലെ മരണത്താൽ നമ്മെ വീണ്ടെടുത്ത ദിവസമാണ് ഇന്ന്. ഇംഗ്ലീഷിൽ ഗുഡ് ഫ്രൈഡേ എന്ന് വിളിക്കുന്നു. നമുക്ക് ആ ക്രൂശ് രൂപത്തെ നന്നായി ഒന്ന് നോക്കാം. വാഷിങ്ടണിൽ വെച്ച് വധിക്കപ്പെട്ട അബ്രഹാം ലിങ്കന്റെ മൃതദേഹം ഇല്ലിനോയ്സിലേക്ക് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശവമഞ്ചത്തിനരികിലൂടെ കടന്നുപോയ ഒരു കറുത്ത സ്ത്രീ തൻ്റെ 4 വയസ്സുള്ള മകനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ പ്രിയ മകനെ, ഈ മനുഷ്യനെ നന്നായി നോക്കൂ, അവൻ നിനക്ക് വേണ്ടി മരിച്ചു. പ്രിയപ്പെട്ടവരെ, എല്ലാ മാതാപിതാക്കന്മാർക്കും ഇന്ന് കുരിശ് രൂപത്തെ ചൂണ്ടിക്കാണിച്ച് അവരുടെ മക്കളോട് പറയാൻ കഴിയട്ടെ, പ്രിയ മോനെ, മകളെ, ഈ കുരിശിൽ കിടക്കുന്ന മനുഷ്യനെ നന്നായി ഒന്ന് നോക്കൂ, അവൻ എനിക്കും നിനക്കും വേണ്ടി മരിച്ചു. എല്ലാവർക്കും ദുഃഖവെള്ളിയാഴ്ചയുടെ നന്മകൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.